4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഒരു കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. കോതമംഗലം ടൗണിൽ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം GTV ന്യൂസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 20-ാം വാർഡിലെ കറുകടം മാവിൻചുവട്ടിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച ഉച്ചയ്ക്കുമായി 4 പേർക്ക് കടിയേറ്റു. കൈലാസത്തിൽ വിജയകുമാറിന്റെ മകൻ അമൃത് എന്ന 7-ാം ക്ലാസ്സുകാരനും കടിയേറ്റിട്ടുണ്ട്. കൈയിലും കാലിലുമാണ് കടിയേറ്റത്. തറവാട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അമൃതിന് നേരെ നായയുടെ ആക്രമണമുണ്ടായത്. നിലവിളി കേട്ട അയൽവാസിയായ മൂലംകുഴിയിൽ കണ്ണനാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അമ്മ വിളിച്ചു മോനെ എന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവൻ അങ്ങ് പോവുകയും ചെയ്തു. ഇവൻ പോയിട്ട് 5 അവിടെ വരെ ചെന്നേ ഉള്ളല്ലോ. നമ്മുടെ കമ്മ്യൂണിറ്റി കാളിന്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവം നടന്നു. അപ്പോഴത്തേക്കും ആൾക്കാർ വന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണേ. പിന്നീട് കണ്ണനും ഇളമനയിൽ ബിനീഷിനും ഇതേ നായയുടെ കടിയേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് പാലപ്പിള്ളിൽ സന്തോഷിനെയും നായ ആക്രമിച്ചു. കടിയേറ്റ എല്ലാവർക്കും വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട്. ഒരു വളർത്തുപൂച്ചയെ നായ കടിച്ചുകൊന്നു. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങളും കടിച്ചു കീറി നശിപ്പിച്ചു. മറ്റ് നിരവധി പേർക്ക് നേരെയും നായ ആക്രമണ ശ്രമം നടത്തിയിരുന്നു. പട്ടി ഒത്തിരി പേരെ ചെയ്തു. ഇന്നലെ പൂച്ചാനെ കടിച്ചു കൊന്നു. ആ റാണിയുടെ തുണിയെല്ലാം കടിച്ചു കീറി. അത് കഴിഞ്ഞ് ഇവനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ണന്റെ പുറകെ എത്തിയപ്പോൾ കണ്ണനെ അടിച്ചു. പിന്നെ പാത്തുമത്താടെ ചെറുക്കൻ്റെ കാലിൽ ഇച്ചിരി പോറിയിട്ടുണ്ട്, കണ്ടു. അങ്ങനെ ഇന്നിപ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഒരാളെ വന്ന് കടിച്ചു. ആക്രമണകാരിയായ നായയെ പിടികൂടി നിരീക്ഷണത്തിൽ വയ്ക്കുമെന്ന് മുനിസിപ്പൽ കൗൺസിലർ പ്രവീണ ഹരീഷ് പറഞ്ഞു. തെരുവുനായ ശല്യം തടയാൻ നടപടിയെടുക്കണമെന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മാതിരപ്പള്ളി കടകടം പ്രദേശത്ത് 2 ദിവസമായിട്ട് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്നലെയും ഇന്നുമായിട്ട് 4 ആളുകൾക്ക് കടിയേറ്റുണ്ട്. അതിൽ തന്നെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൃതേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് വളരെ നല്ല രീതിയിലുള്ള കടിയാണ് ഏറ്റിട്ടുള്ളത്. അതുപോലെ ഇവരെല്ലാം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അവർക്ക് വാക്സിനേഷൻ എടുത്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നഗരസഭയുമായിട്ട് ബന്ധപ്പെടുകയും നഗരസഭാ കൗൺസിലിൽ ഈ രൂക്ഷമായ തെരുവുനായ ശല്യത്തിനെതിരായിട്ടുള്ള പ്രതിനിധിക്ക് വേണ്ടി കൗൺസിലിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോതമംഗലം വെറ്ററിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടു ഈ തെരുവുനായയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പിടിക്കാനും അതിനെ നിരീക്ഷണത്തിലാക്കാനുമുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കോതമംഗലം ടൗണിൽ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയിലെ പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. നിരവധി നായകളാണ് അലഞ്ഞു തിരിയുന്നത്. പലയിടത്തും ജനങ്ങൾ ഭീതിയിലാണ്. തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം GTV റിപ്പോർട്ട് ചെയ്തിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.